ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? കൊയ്യോടെ കൂട്ടുകാരുണ്ടെന്ന്. അയ്യോ എന്താ? ഒന്നുമില്ല, ആരോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ പോലെ തോന്നിയതാ. മനസ്സിലോടൊന്നും വേണ്ടേ, ശാന്തം കൊണ്ട് നടക്കണതാ. ആ എത്തിയാ? എവിടെ എത്തി? ഇല്ലല്ല, ആ വഴിയല്ല, ആ വഴിയല്ല. ആ ഇപ്പുറത്തെ വഴി കൂടി വാ. വലതു വഴി, വലത്തോട്ടുള്ള വഴി. ആ എത്രയ? ആ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അവിടെ ചോദിച്ചാ മതി. അതന്നെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഇനിയിപ്പോ എത്തൂലേ ഇപ്പൊ? ആ ശരി ശരി. ഞാതാ നീ എത്താറാകുമ്പോ ഒന്നുകൂടി വിളിക്കട്ടാ. ശരി. ആരെയാണ് വിളിക്കുന്നത്? പ്രദീപാവോ? ആരോ ആരുമില്ലാണ്ട് പിന്നെ വരാൻ പറയില്ലല്ലോ. ആരുണ്ട് വിളിച്ചിട്ടോ? ആരുണ്ട് വിളിച്ചിട്ട്? ആരുണ്ട് വിളിച്ചിട്ട്? ആരോ ഇവിടെ. ആരാ? അതെ മതിലിന്റെ പുറത്താരാ? ആരാ അവിടെ? വിളിച്ചിരുന്നത്? ഞാൻ ആരെങ്കിലും വിളിച്ചോട്ടെ? നിങ്ങളെന്ത് കുറച്ചേരം ഈ പട്ടി കയറുകൊണ്ട പോലെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സർക്കസ് കളിക്കണേ? എന്താന്ന്? ഒന്നുമില്ലേ? പോയി കുളിക്കാൻ നോക്ക്. ആ നല്ല ഭ്രാന്തന്നെ. മനുഷ്യന്റെ കൂടെ ജീവിച്ച പാട്. അയ്യോ നല്ല ഉറക്കം, നല്ല ഉറക്കം, നല്ല ഉറക്കം. നല്ല ചാറ്റ് ചെയ്തിട്ടും കോൾ ചെയ്തിട്ടും തളർന്ന് കിടക്കുകയാണ്. ചാറ്റിങ് കോളിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കോൺസെൻട്രേറ്റ്. പ്രദീപ് അവിടെ. പ്രദീപ് എന്താണത്? പ്രദീപ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കട്ടാ. ഭയങ്കര സാധനം തന്നെ. എല്ലാ കോൾ ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കണം. ചാറ്റ്
ചാറ്റിങ് കംപ്ലീറ്റ് ക്ലീനിങ്, എല്ലാം ക്ലീൻ ചെയ്ത് ചെടി ഭയങ്കര ഇന്ന് പറ്റിച്ചിട്ടേ കിടക്കൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കല്ലേ, ചാറ്റ് ഹിസ്റ്ററി മൊത്തം, കോൾ ഹിസ്റ്ററിയും കഴിഞ്ഞ ഇന്നത്തെ തട്ടിക്കലൊക്കെ തീർന്നോ? എന്തായാലും പിടിക്കൂടെ ഒരു ദിവസം തന്നെ. നീണ്ടോ നീ ഇതുപോലെ എന്തായാലും ഞാൻ അന്നെ പൊക്കും, പ്രദീപിന്റെ ഇടയിൽ നിന്ന് ഞാൻ പൊക്കും. പ്രദീപിനെ ഈ കളിക്കണ കളി കംപ്ലീറ്റ് ഞാൻ കാണിച്ചു കേട്ടോ. ഇനി ഞാൻ കിടക്കട്ടെ. ആ കിടന്നോ, എന്നാലും സമാധാനം തരില്ല പണ്ടറടങ്ങാൻ. ഗെറ്റ് ടുഗദറിന് അവിടെ നല്ലതല്ലട്ടാ, കോളേജിന്റെ പരിപാടി ഇല്ലേ, അപ്പൊ നമ്മളെല്ലാരും കൂടി കൂടുമ്പോ അതിന് പറ്റിയ സ്ഥലം വേണ്ടേ. അപ്പോൾ നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് വേറെ സ്ഥലം പ്ലാൻ ചെയ്യാം, അതാ നല്ലത്. ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യണ്ടേ, അപ്പം അങ്ങനെ മതി. മഞ്ജു പറഞ്ഞ പോലെ ചെയ്യണ്ട, ആ സ്ഥലം ശരിയല്ല, അവിടെ ഒരു വൈബില്ലടാ. ആ വേണ്ട വേണ്ട, അതൊക്കെ പ്ലാൻ ചെയ്യേ, എന്നിട്ട് നല്ല വൈബായിട്ടുള്ള സ്ഥലത്തേക്ക് പോവാ. ആ സ്ഥലം ഒരു വൈബല്ലടാ. നീ എന്തീ പറയണ പോലെ ഒന്നല്ല, നല്ല തണുപ്പും എന്താ പറയുക മഞ്ഞൊക്കെ ഉള്ള നല്ല കോടയൊക്കെ ഇറങ്ങി വന്ന സ്ഥലമില്ലേ, അത് പ്ലാൻ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാം. പിന്നെ പോകുമ്പോൾ നമുക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടോണ, അത് നമ്മൾ പോണ വഴിക്ക് കഴിക്കണോ, കഴിച്ചിട്ട് ഹോട്ടലിൽ കയറി കഴിക്കണ, ഉണ്ടാക്കി കഴിക്കണം, കൊണ്ടുപോകണം, അതെന്താന്നുള്ളത് പറയട്ടാ. എടാ നീ പറയണ പോലെ ഒന്നല്ല നോക്ക്. ഞാനേ വീട്ടില് നമ്മുടെ ഇത് പറഞ്ഞാലൊന്നും നടക്കൂല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. പറഞ്ഞൊക്കെ സമ്മതിക്കുന്നറിയില്ല, അറിയാലോ ഇവിടുത്തെ ആളെ സ്വഭാവം അറിയാലോ. ഞാൻ പറഞ്ഞേക്കട്ടോ, കൊറേ നേരമായി ഈ കുറുങ്ങണ കാണുന്നു. ഈ കുറുങ്ങല ഇരുന്നിട്ട് ഇപ്പോ ജി ആരായിട്ടാ സംസാരിച്ചിരുന്നത്? പ്രദീപ് അല്ല അന്റെ പണ്ടത്തെ കമ്മുക ഒന്നാണോ മനുഷ്യ? ജോണേറ്റ് തന്നെ കുറുങ്ങിയിരുന്നോ? വാട്സപ്പ് മെസ്സേജ് ആയിരുന്നില്ലേ ഗ്രൂപ്പില്? ഏത് ഗ്രൂപ്പ്? ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പാ, ഗെറ്റ് ടുഗദർ പോണ്ടതിന് വേണ്ടിട്ടാ. ഗെറ്റ് ടുഗദർ അവരായിട്ട് അന്റെ പഴയ കാമുകരൊക്കെ ഉണ്ടാവൂലേ? കാണിച്ച കടി ഞാൻ പറഞ്ഞാച്ചാ തന്നെ ഇക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഇല്ല, ഇക്ക് ഒരു സ്കൂൾ ഗ്രൂപ്പും ഇല്ല, ഒരു കോളേജ് ഗ്രൂപ്പും ഇല്ല. ഇജ്ജും പോട്ട അടക്കം ഗ്രൂപ്പ് വേണ്ട. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊഞ്ചി കഴിഞ്ഞ് പഴയ കാമുകനൊക്കെ പ്രതിയുടെ പേരന്റെ കേൾക്കൊണ്ടല്ലോ കാലി തുള്ളിട്ടാന്. ഭ്രാന്താന്ന് മനസ്സിലായി. എന്തിനാന്നുള്ളതും കൂടി പറഞ്ഞാ മതി. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ എന്താ അണക്ക് ഞാൻ എല്ലാത്തിനും തുള്ളിത്തരോ ഇങ്ങനെ പോയിക്കൊണ്ട് കാമുകന്മാരെ ഇട്ടാ മാറ്റിക്കോട്ടാ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ കൊറേ കണ്ടതാണ് എന്റെ കാട്ടിക്കുട്ടിലൊക്കെ, എവിടൊക്കെ വെച്ച് കാണുമ്പോ അവനോടെ കണ്ണോണ്ടും കാലോണ്ടും കൈകൊണ്ടൊക്കെ ഇട്ട് കേറണ എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ചിരിക്കണേ അന്നല്ലേ എഞ്ഞ് ഓളെ ചിരി കണ്ടില്ലേ? ഓന്റെ പേര് പറയുമ്പോഴത്തേക്കും വരികയാണ്, ഒലിച്ചിറങ്ങാണ്. അതൊക്കെ അന്ന് കഴിഞ്ഞതല്ലേ, അന്ന് കഴിഞ്ഞ ഇപ്പോഴും ഇല്ല എന്റെ മനസ്സിൽ. ഇക്ക് അറിഞ്ഞോളൂ ഈ ജോത്തിൽ കിടന്നിട്ട് ആദ്യമായിട്ടൊക്കെ ഇരിച്ചു കൊടുക്കണം. ഓനെ തന്നെയാണ് ഇക്ക് വ്യക്തമായിട്ടറില്ല ജോന്റെ ആളെപ്പോഴും. നിങ്ങക്ക് വട്ട, നിങ്ങൾ വല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കും മനുഷ്യ. എനിക്കൊരു വട്ടുമില്ല. അതെ പണ്ട് അന്നിട്ട് ഓൻ പ്രേമിച്ച് നല്ല രീതിയിൽ അന്ന് മുതലാക്കിട്ടേ പിന്നെ ഓൻ ചെയ്തെന്താന്നറിയോ? വേറെ പെണ്ണിന് പിന്നാലെ പോയി. അപ്പൊ എന്തായി മുഞ്ചില്ലേ? നിങ്ങൾ ആരും പ്രേമിക്കാത്തത് എന്റെ തെറ്റാണോ? നിനക്ക് എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇക്കറിയാറിയിരുന്നു. അവന്റെ എത്ര ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നെ കിട്ടില്ല എന്നൊന്നും, അയാൾ അന്നെ പോലത്തെ ആൾക്കാരെ കിട്ടുള്ളൂ കേട്ടോ. അവന്റെ പ്രദീപിനെപ്പോലത്തെ കൂസൻ, മനസ്സിലായില്ലേ? വാക്ക കൂസനാണോ നീ ശ്രീലമ്പടൻ? ഞാനിപ്പോ അവനോടൊന്നല്ല ചാറ്റ് ചെയ്തത്, ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തതാന്ന്. എന്റെ ഗ്രൂപ്പിന്റെ ഗെറ്റ് ടുഗദറിന് പോകുന്നു വിചാരിക്കില്ലേ?
പോണ്ടേ പിന്നെ? ജീവുണ്ടെങ്കിൽ ജി പോവില്ല മോളെ. അന്നെ ഞാൻ പറഞ്ഞേക്കൂല. ജിന്റെ പെണ്ണായിട്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നെ ഞാൻ പറഞ്ഞേക്കൂല. പ്രദീപിനെയൊക്കെ അവിടെ പോയിട്ട് കാച്ചി കൂട്ടാലോ പ്ലാൻ ചെയ്ത് കിട്ടിയ അപ്പൊ ഞാൻ ഇത് നല്ല ഭ്രാന്ത്. ഈക്കലടി ഭ്രാന്ത് അണക്കാണ്ടി ഭ്രാന്ത്. അവളൊരു ഗെറ്റ് ടുഗെദർ ഒരു സ്കൂൾ ഗ്രൂപ്പും എന്താ ഇപ്പത്? ഞാനെന്താ പൊട്ടനല്ല, ഒന്നും അറിയില്ല എന്നാണ് അവളെ വിചാരം. എയ്ത്താന് ആളൊക്കെ പ്രാന്താക്കി തുടങ്ങിയിട്ട് കുറെ കാലമായി. എത്ര ചെക്കന്മാര് കളികളുണ്ട്. നിങ്ങളുടെ സംശയരോഗത്തിന് ഞാനൊരു അറുതി ഉണ്ടാക്കി തരാം. കാണിച്ചു തരാം. ഇതോടെ നിങ്ങളുടെ സംശയരോഗം അവസാനിക്കും. എന്റെ സംശയരോഗം ശരിയാ നിക്കറിയാം. എനിക്ക് സംശയരോഗമല്ല, ഞാൻ വിചാരിക്കണൊക്കെ ശരി തന്നെ. സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ശരിയാക്കി തരാം. ശരിയാണ്, നടക്കും. ഓളെ ഗെറ്റ് ടുഗെദർ ഒരു പ്രദീപ്. ഞാനത് പറഞ്ഞേക്കാൻ നിൽക്കാം. ഞാൻ പൊട്ടനാ. ഓളെ തുള്ളതിനൊക്കെ അനുസരിച്ച് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞേക്കാം. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പിന്നെ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ അതിൻ്റെ പിന്നാലെ പോണ ഒരു ഗെറ്റ് ടുഗെദർ. അത് അവിടെ അവസാനിപ്പിക്കണം. സ്കൂൾ കഴിഞ്ഞെങ്കിലും കോളേജ് കഴിഞ്ഞെങ്കിലും പിന്നെ ഈ ജീവിതത്തിലേക്കല്ലേ വരുന്നത്. കുടുംബത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പും സ്കൂൾ ലൈഫും അതൊന്നും ഇവിടെ നടക്കില്ല. എനിക്ക് സന്തോഷത്തിലെ പറയുന്ന ഒരു പ്രതിഭ കേട്ടപ്പോ ഫേസൊക്കെ ചിരിച്ചിട്ട് മോനൊക്കെ കണ്ണിനൊക്കെ കണ്ടുകൂടാ. മുന്നിലൊന്നുണ്ടെങ്കിണ്ടല്ലോ പോറ്റി അവനോട് പറയുമ്പോ പ്രദീപിന്റെ അത്ര പ്രദീപിന്റെ അത്ര ഭംഗിയില്ലത്രേ ഒരു പ്രദീപ്. ആ പട്ടിക്കാണ് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളോ എന്നിട്ട് ഓന്റെ മനസ്സിന് ഓളെ മനസ്സിന് പോറ്റം തീർക്കും ചെയ്ത്തമാര്. മനുഷ്യർക്കുണ്ടല്ലോ വട്ടങ്ങനെ കയറി നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് സംശയരോഗമൊക്കെ എല്ലാം കണ്ടി. സംശയരോഗം. അതെ, ഞാൻ ഇവിടുന്ന് പോവാ. നിന്നെ നോക്കണ്ട. അതേ കുതിർന്നല്ല. കൊറേ കേട്ടേക്കണ്. കൊറേ നിങ്ങള് കേക്കല്ല. നിങ്ങളേ കേക്കും ഒക്കെ ആയിട്ട് നിങ്ങളോട് ഇരിക്കും. ശരിയാക്കി തരണേ. ഞാനേ സംശയരോഗമല്ലക്ക്. ഞാൻ അന്റെ കളികൾ മനസ്സിലായിട്ടാണ് ഇത്രയും ശമ്പളം കിട്ടുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ എന്നിട്ട് അനക്ക് വേണ്ടിട്ട് അന്നെങ്ങനെ നോക്കിയിരിക്കണം. എനിക്ക് നന്നാവും വിചാരിച്ചിട്ട് തന്നെയാണ്. ഇത് നല്ല രീതിയിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് മോശം കാണിച്ചു? നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒടുക്കത്തോ സംശയരോഗം പ്രദീപ് പ്രദീപിന്റെ കൂടെ പോയിക്കടി പോയിക്കോ. അവിടെ ഉണ്ടാവും വിളിച്ചുണ്ടാവൂലേ ഗെറ്റ് ടുഗെദറും പോക്ക് പോയിക്കോ. വെറുതെ ആവശ്യമില്ലാത്ത പോയിക്കടി. ഓന്തുകൂടെ വേലിക്കത്തോളം കൊറേ കണ്ടതാ അതൊക്കെ. ഒരു പോക്കേർത്തി സംഭവ. പ്രദീപിനെ കണ്ടിട്ടേ അവിടെ പോയിക്കോ. ഒരേ കാറി കയറി പോയിക്കോ. അവിടുന്ന് ഈ പരിസരത്തേക്ക് ഇനി വരണ്ട ട്ടാ. പോയിക്കാണ്ട് പ്രദീപ് മാടുക്കണില്ലല്ലേ പ്രദീപിനെ. നീ പരിസരത്തേക്ക് വരരുന്നിട്ടേ എന്റെ പ്രദീപ്. ഇപ്പൊ പോയിക്കോ. ഇവിടെ എത്തുമ്പത്തിനേ അന്റെ പുറകിൽ ഞാൻ ഉണ്ടാവും ട്ടാ. അവിടെ ഉണ്ടാവും. അടക്ക് ഞാനൊരു പൂർത്തിയും തരില്ലടിയേ ട്ടാ. മനസ്സിലായിക്കോയി. പോയാ എവിടെ ശരിക്കും പോയാ? പറ്റിച്ചല്ലേ?